സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് ഡീൻ എം.കെ. നാരായണൻ ബന്ധുക്കളെ യഥാസമയം വിവരം അറിയിച്ചു. എല്ലാ കാര്യവും ഡീനിന് ചെയ്യാനാകില്ലെന്ന് വിശദീകരണം. മരണം നടന്ന 10 മിനിറ്റിനുള്ളിൽ ബന്ധുക്കളെ വിവരം അറിയിച്ചുവെന്നും ഡീൻ പറഞ്ഞു. അതേസമയം സിദ്ധാർത്ഥൻ അനുഭവിച്ചത് അതിക്രൂര പീഡനമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ബെൽറ്റും കേബിൾ വയറും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. കൂടാതെ മരണം നടന്ന ദിവസവും തുടർന്നുള്ള 3 ദിവസവും VC കോളേജിലുണ്ടായിരുന്നു. വിവരം അറിഞ്ഞിട്ടും അന്വേഷിച്ചില്ല. വിശദാംശങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ശ്രീജിത്ത്, ഡീൻ നാരായൺ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? എന്തായാലും നാം പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് ഡീനിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. താൻ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിന്റെ തുടക്കത്തിൽ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ തുടർച്ചയായി മർദ്ദനമേറ്റ കാര്യം സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളും തങ്ങളോട് അറിയിച്ചില്ല, പരാതി നൽകിയില്ല. അതിനാലാണ് ഇത്തരത്തിൽ ഒരു ആദ്യഘട്ടത്തിൽ നടപടി ഉണ്ടാകാത്തത്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയാണ് ഇതിൽ വീഴ്ച. കാരണം ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഈ ഹോസ്റ്റലിൽ 40 പേർ മാത്രം താമസിക്കാവുന്ന ഹോസ്റ്റലിൽ നിലവിൽ 130 പേരാണ്. അതോടൊപ്പം തന്നെ ഈ കൃത്യമായുള്ള സെക്യൂരിറ്റി സൗകര്യം ഒരുക്കുവാനൊന്നും യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള വലിയ ആരോപണമാണ് യൂണിവേഴ്സിറ്റിക്കും അതോടൊപ്പം തന്നെ VCക്കും എതിരെ ഉന്നയിക്കുന്നത്. കാരണം VC ഈ പ്രദേശത്ത് 3 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ദിവസങ്ങളിൽ ഇവിടെ നടന്നത് അഭിമുഖമാണ്. അത്തരത്തിൽ ഈ അഭിമുഖം ഈ മരണം സംഭവിച്ചിട്ടും തുടർന്നെന്നും അതോടൊപ്പം ഈ മൃതദേഹം എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിർത്തിവെക്കുക മാത്രമാണ് VC ചെയ്തതെന്ന രീതിയിലുള്ള വലിയ ആരോപണമാണ് VCക്കെതിരെയും ഇത്തരത്തിൽ ഡീൻ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരണവിവരം താൻ ഇത്തരത്തിൽ കൃത്യമായി തന്നെ കുടുംബത്തെ അറിയിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തന്നെ പ്രതിയാക്കണമെങ്കിൽ ആക്കിക്കോളൂ. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള തന്റെ പക്കൽ കൃത്യമായ രേഖകളുണ്ട്. താൻ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രക്ഷിതാക്കളെ അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VC ഇന്നലെ പറഞ്ഞിരുന്നു ഡീൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അറിയിച്ചില്ലെന്ന്. പക്ഷെ ഡീനിനെ VC അറിയിക്കാനുള്ള കൃത്യമായ സജ്ജീകരണങ്ങൾ താൻ ഒരുക്കിയതായും DC ഇതിൽ പറയുകയുണ്ടായി. എന്തായാലും ഡീൻ പറയുകയാണ്. എന്തായാലും ഡീൻ തന്റെ നിലപാടാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലെ ഭാഗത്ത് പ്രധാനമായി അദ്ദേഹം പറയുന്നത് താൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും തന്റെ ഭാഗത്ത് എത്തിയില്ല, ഒരു പരാതിയും തന്റെ ഭാഗത്ത് എത്തിയില്ലെന്നാണ് എന്തായാലും ഡീൻ പറയുന്നത്. അതായത് ശ്രീജിത്ത്, ന്യായീകരിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് ഡീനിന്റെ ഭാഗത്തും ഉണ്ടായിട്ട്. വലിയ വിമർശനം ഉണ്ടാകുമ്പോൾ ഡീനിനെ മാറ്റണമെന്നുള്ള ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവത്തെ, ഈ ക്രൂരത അരങ്ങേറിയിട്ടും അതിനെല്ലാം ഒത്താശ ചെയ്തിട്ടും അതിനെ ഇപ്പോഴും ന്യായീകരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഇതിന്റെ തുടക്കം മുതൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇത്ര മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇത്രയായിരുന്നു. ഇതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു. ഈ സംഭവം നടന്ന് മരണപ്പെട്ട ശേഷമായിരുന്നു ഇത്തരത്തിൽ അറിയുന്നത്. ഈ സമയം വരെ തന്നെ ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥി പോലും ഡീനിനെ ഇത്തരത്തിൽ മർദ്ദിച്ച കാര്യമോ അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് തന്റെ അടുത്ത് പരാതി പറയുകയോ അതോടൊപ്പം ഇതിനെ തന്നോട് രഹസ്യമായി പോലും ഇത്തരത്തിലുള്ള അവിടെ മർദ്ദിച്ച കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്ന രീതിയിലുള്ള ഒരു ന്യായീകരണമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം യൂണിവേഴ്സിറ്റിക്കെതിരെയും VCക്കുമെതിരെയുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കുടുംബത്തെ കൃത്യമായി തന്നെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഡീൻ പറയുന്നു. എന്തായാലും ഈ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. കാരണം 14 ദിവസത്തിന് ശേഷമായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു തുറന്നു പറച്ചിലിന് ഡീൻ തയ്യാറായിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ പരാതിയുടെ എല്ലാം ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ ഡീനിന്റെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 200 മീറ്റർ മാത്രം അകലെയായിരുന്നു ഈ ഹോസ്റ്റൽ. പക്ഷെ ആ ഹോസ്റ്റലിൽ എന്ത് നടന്നെന്ന് ഈ ഡീൻ ഇപ്പോൾ പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ഒപ്പം അതിക്രൂരമായ പീഡനം നടന്നിട്ടുണ്ട്, സമാനതകളില്ലാത്ത പീഡനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലേ? സഹപാഠികളാണ് ഇത്രയും ക്രൂരത ചെയ്തത്. ഇത്തരത്തിൽ അധികാരിവർഗം തന്നെ ഇതിന് കൃത്യമായ ഒത്താശ ചെയ്തു. SFIയുടെ ഈ പരസ്യ വിചാരണ, ഈ ഒരു വധം, അതിക്രൂരമായ വധം, ഇതറിഞ്ഞിട്ടും അധികൃതർ ഒന്നും മിണ്ടിയില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം അല്ലെങ്കിൽ മറ്റ് സാഹചര്യത്തിലടക്കം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം മുൻ വിവരങ്ങളെക്കാൾ പുതിയ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത്. കാരണം 16-ാം തീയതി ഈ സിദ്ധാർത്ഥന് 9 മണി മുതലായിരുന്നു മർദ്ദിക്കാൻ തുടങ്ങിയത്. 17-ാം തീയതി പുലർച്ചെ 2 മണി വരെ ഇത്തരത്തിൽ പരസ്യമായി വിചാരണ ചെയ്തു, പരസ്യമായി അടിക്കുന്നു. അടിവസ്ത്രത്തിൽ നിർത്തിയായിരുന്നു ബെൽറ്റും അതോടൊപ്പം തന്നെ വയറും ഉപയോഗിച്ച് ഈ സിദ്ധാർത്ഥനെ മനുഷ്യ പരിഗണന പോലും ഇല്ലാത്ത, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള വലിയ ആക്രമണമായിരുന്നു അന്ന് ഇത്തരത്തിൽ സിദ്ധാർത്ഥൻ
അനുഭവിക്കേണ്ടി വന്നതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. കാരണം ആ റിമാൻഡ് റിപ്പോർട്ടിലെ വാക്കിതാണ്: അപമാനിക്കപ്പെട്ട പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ ചെയ്ത സിദ്ധാർത്ഥനെ മരണമല്ലാതെ വേറെ മാർഗമില്ലെന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വന്ന രീതിയിലാണ് ആ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും അത് എല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലാണ്. ഒരു യുവാവിനെ, ഒരു വിദ്യാർത്ഥിയെ ഇത്രയും ഒരു 6-7 മണിക്കൂർ സമയം അടിവസ്ത്രത്തിൽ നിർത്തി പരസ്യ വിചാരണ ചെയ്യുകയാണ് ഈ ക്യാമ്പസിൽ SFI നേതാക്കളും വിദ്യാർത്ഥികളും ചെയ്തിരിക്കുന്നത്. യെസ്, ശ്രീജിത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.